ഹലോ ഫ്രണ്ട്സ്, എല്ലാവർക്കും നമസ്കാരം. അപ്പോൾ നമ്മുടെ പവിത്രത്തിൽ വിശ്വം പുറത്ത് പോയിട്ട് വന്നു കഴിഞ്ഞിട്ട് അച്ഛനോടും അമ്മയോടായിട്ട് പറയാണ് കേട്ടോ, ഒരു പുതിയ വാർത്തയുണ്ട് അച്ഛ. സാബുവിനെ ആരോ രാത്രിയിൽ ആക്രമിച്ചു, കൈയും കാലൊക്കെ ഒടിഞ്ഞ് ആശുപത്രിയിലാണ്, കഴുത്തൊടിഞ്ഞു എന്ന് പറയുന്നുണ്ട്. ഇനി സർവീസിൽ ഇരിക്കാൻ തന്നെ പറ്റില്ല എന്നൊക്കെ കേട്ടു എന്നൊക്കെ പറയാണ് കേട്ടോ. അപ്പോൾ അച്ഛൻ ചോദിക്കുന്നുണ്ട്, ആരാ അവനെ ഇതൊക്കെ ചെയ്തത് എന്ന് ചോദിക്കുന്നുണ്ട്. അപ്പോൾ വിശ്വം പറയണ, ആരാ ചെയ്തതെന്നൊന്നും അറിയില്ല അച്ഛാ, പക്ഷേ പരക്കെ പറയണത് നമ്മുടെ വിക്രമാണെന്നാണെന്ന് പറയണം കേട്ടോ. അത് കേൾക്കുമ്പോൾ തന്നെ മാഷിൻ്റെ മുഖത്തൊരു ചെറിയൊരു ചിരി വരുന്നുണ്ട്. അപ്പോൾ മാഷ് പറയുന്നുണ്ട്, അപ്പോൾ നമ്മുടെ ചുറ്റുവട്ടത്ത് തന്നെ അവനുണ്ട്, നിന്നെയും എന്നെയൊക്കെ പോലീസ് സ്റ്റേഷനിൽ കൊണ്ട് തല്ലി ചതച്ച കാര്യമൊക്കെ അവൻ അറിഞ്ഞു, അതിൻ്റെ ദേഷ്യമായിരിക്കും അവൻ സാബുവിൻ്റെ അടുത്തേക്ക് തീർത്തതെന്നൊക്കെ പറയാണ് കേട്ടോ. അപ്പോൾ ആദ്യമായിട്ട് അച്ഛൻ വിക്രത്തിന് വേണ്ടിയിട്ട് ഇങ്ങനെ സംസാരിക്കുന്നത് കേൾക്കുമ്പോൾ നന്ദിനിക്ക് ഇഷ്ടമാവുന്നില്ല. ബാക്കിയുള്ളവരുടെ മുഖത്തൊരു ചിരി വരുന്നുണ്ട്, ഒരു സന്തോഷമുണ്ട് കേട്ടോ. അപ്പോൾ കമലം പറയുന്നുണ്ട്, മാഷെ ഇത് വിക്രമല്ല ചെയ്തതെങ്കിൽ ഈ കുറ്റം കൂടി ഇനി ചിലപ്പോൾ വിക്രത്തിൻ്റെ തലയിൽ വരുമെന്ന് കമലത്തിനൊരു ആദി കേട്ടോ. അപ്പോൾ മാഷ് പറയുന്നുണ്ട്, നീ ഒന്നും കൊണ്ട് വിഷമിക്കണ്ട, ഒന്നും നമ്മുടെ മോന് വരില്ല എന്ന് ഇങ്ങനെ പറഞ്ഞ് സമാധാനിപ്പിക്കുകയാണ്. ഈ സമയത്ത് വേദ വിക്രത്തിനുള്ള ഭക്ഷണം എടുക്കാൻ വേണ്ടി താഴേക്ക് പോയിരിക്കുകയാണ് കേട്ടോ. കുറേ നേരമായിട്ട് വേദനെ കാത്തിരുന്നിട്ട് വേദ വരുന്നില്ല. അപ്പോൾ വിക്രം മനസ്സിൽ വിചാരിക്കുന്നുണ്ട്, ഇവളെവിടെ ഇപ്പോൾ വരാമെന്നും പറഞ്ഞ് പോയിട്ട് ഇവളെ കാണുന്നില്ലല്ലോ, ഇവിടെ ഇരുന്ന് ബോറടിച്ചു എന്നൊക്കെ വിക്രം വിചാരിക്കുകയാണ്. ഈ സമയത്ത് വേദ ആരും കാണാണ്ട് കഞ്ഞിയായിട്ട് വരികയാണ് കേട്ടോ. എന്നിട്ട് കഞ്ഞി കൊണ്ടുവന്ന് വിക്രത്തിന് കൊടുത്തു. കഞ്ഞി കുടിക്കുന്നതിൻ്റെ ഇടയിൽ വിക്രം ചോദിക്കുന്നുണ്ട്, നിൻ്റെ വീട്ടിൽ ആരും ഇല്ലേ? എല്ലാവരും എവിടെ പോയി? ആർക്കും കണ്ണൊന്നും പിടിക്കില്ലേ? നീ ഈ കഞ്ഞി താങ്ങി പിടിച്ച് ഇങ്ങോട്ട് വരുന്നത് ആരും കണ്ടില്ലേ എന്നൊക്കെ ചോദിക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ വേദ പറയുന്നുണ്ട്, ആരും കണ്ടില്ല, എല്ലാവരും മാറിയ സമയത്താണ് ഞാൻ എടുത്തുകൊണ്ട് വന്നതെന്ന് പറയാണ്. ഈ ഒളിച്ചുകളി എത്ര നാളത്തെ വരെ ഉണ്ടാവുമെന്ന് വിക്രം വേദയോട് ചോദിക്കുകയാണ് കേട്ടോ. അപ്പോൾ വേദ പറയുന്നുണ്ട്, ഈ ഒളിച്ചുകളി നല്ല രസം തന്നെയല്ലേ, നമുക്ക് എപ്പോഴെങ്കിലും ഓർത്തിരുന്ന് ചിരിക്കാൻ ഒരു വക തന്നെയല്ലേ എന്ന് പറയാണ് കേട്ടോ വേദ. വിക്രം പറയുന്നുണ്ട്, അപ്പോൾ നീ എല്ലാം കരുതി കൂട്ടിയാണല്ലേ എന്നെ ഇവിടെ കൊണ്ടുവന്ന് അടച്ചിട്ടിരിക്കുന്നത്, ഒരു കാരാഗ്രഹത്തിൽ കിടത്തുന്ന പോലെയാണല്ലോ നീ എന്നെ ഇവിടെ കിടത്തിയിരിക്കണമെന്നൊക്കെ പറഞ്ഞ് വേദയും വിക്രമും ഇങ്ങനെ പരസ്പരം ഓരോന്ന് പറഞ്ഞ് ചിരിക്കുകയാണ് കേട്ടോ. ഈ സമയത്ത് പുറത്ത് ഡോറിൽ മുട്ട് കേൾക്കുന്നുണ്ട്. അപ്പോൾ ശങ്കരനാരായണൻ എന്തോ ഒരു സംസാരം കേൾക്കുന്ന പോലെ തോന്നിയതുകൊണ്ടാണ് വേദയുടെ റൂമിൽ വന്ന് ഇങ്ങനെ മുട്ടാണ്. അപ്പോൾ വാതിൽ തുറക്കുമ്പോൾ അച്ഛനെ കാണുമ്പോൾ വേദ ഒന്ന് ഞെട്ടു കേട്ടോ. അപ്പോൾ അച്ഛൻ ചോദിക്കും, നീ ആരോട് സംസാരിക്കുന്നുണ്ടായി എന്ന് ചോദിക്കും. അപ്പോൾ വേദ പറയും, ഞാൻ എൻ്റെ ഒരു ക്ലയൻറ്റിനോട് സംസാരിക്കുകയായിരുന്നു വെച്ചാൽ ഇത് പറയും. അപ്പോൾ ശങ്കരനാരായണൻ റൂമിൻ്റെ അകത്തേക്ക് വന്ന് ഇങ്ങനെ ചുറ്റുപാടും നോക്കുമ്പോൾ കഞ്ഞി തറയിലിരിക്കണ കാണും. അപ്പോൾ വേദയോട് ചോദിക്കും, എന്താ നീ കഞ്ഞി ഇവിടെ വച്ചിരിക്കണേന്ന് ചോദിക്കുകയാണ് കേട്ടോ. അപ്പോൾ വേദ പറഞ്ഞു, ഞാൻ കുടിക്കാൻ കൊണ്ടുവന്നതാണ് അച്ഛാ. അച്ഛനത് വാതിലുമ്പോൾ തട്ടനായിട്ടപ്പോൾ അത് വേഗം താഴത്തേക്ക് വെച്ചു. അപ്പോൾ അതെന്തിനാ താഴത്തേക്ക് വെച്ചത്, എനിക്ക് ടേബിളിൽ വെച്ചാൽ പോരായിരുന്നു എന്ന് വേദയോട് അച്ഛൻ ചോദിക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ വേദ ഒരേ കാര്യങ്ങളൊക്കെ പറഞ്ഞ് ഒഴിഞ്ഞു മാറി. അപ്പോൾ അച്ഛൻ പോവാന്ന് പറഞ്ഞ് വാതിൽ അടച്ച് പുറത്തേക്ക് പോയി. അപ്പോഴേക്കും വേദ വേഗം പോയി വിക്രത്തിനെ ബാത്റൂമിൽ നിന്ന് ഇങ്ങനെ അകത്തേക്ക് കയറ്റി കൊണ്ടുവരുവാണ്. അപ്പോൾ വിക്രം പറയുകയാണ്, നിൻ്റെ അച്ഛന് എന്താ സംശയം തോന്നിയിട്ടുണ്ടോ എന്ന് ചോദിക്കുകയാണ് കേട്ടോ. അപ്പോൾ വേദ പറയും, അറിയില്ല എന്ന് പറയുക കേട്ടോ. അപ്പോൾ വിക്രം പറയും, എന്തായാലും കള്ളലക്ഷണം കണ്ട അച്ഛന് വേഗം തിരിച്ചറിയും, അച്ഛനൊരു ജഡ്ജിയൊക്കെയല്ലേ, അപ്പോൾ നിൻ്റെ മുഖത്തെ കള്ളത്തരങ്ങൾ ചിലപ്പോൾ അച്ഛന് മനസ്സിലായിട്ടുണ്ടായിരിക്കുമെന്ന് വേദയോട് വിക്രം പറയുകയാണ് കേട്ടോ. എന്തായാലും വേദയുടെ കള്ളത്തരങ്ങളും വിക്രത്തിൻ്റെ ഒളി താമസവും എല്ലാം നമുക്ക് വഴിയെ കാത്തിരുന്ന് കാണാം. അപ്പോൾ നമ്മുടെ വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കല്ലേ.